ബാങ്ക് കേട്ട ശേഷം പള്ളിയിൽ നിന്ന് വളരെ അനിവാര്യമായ കാരണങ്ങളില്ലാതെ പുറത്തുപോകൽ കാപ്പട്യത്തിന്റെ ലക്ഷണമായിട്ടാണ് സ്വഹാബികൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കുൻതും ഫിൽ മസ്ജിദി ഫനൂദിയ ബിസ്സലാ ഫലാ യഖ്റുജു അഹദുക്കും ഹത്താ യുസല്ലിയ. നിങ്ങളൊരു പള്ളിയിലായിരിക്കെ ബാങ്ക് വിളിക്കപ്പെട്ടാൽ അവിടെ നടക്കുന്ന ജമാഅത്തിൽ പങ്കെടുക്കാതെ കണ്ട് നിങ്ങൾ പുറത്തു പോകരുത്, വളരെ അത്യാവശ്യ കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ. അപ്പൊ നമ്മളുടെ വാഹനം തെറ്റും, അല്ലെങ്കിൽ പ്ലെയിനിന്റെ സമയം തെറ്റും, അല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ, അനിവാര്യമായ സാഹചര്യങ്ങൾ ഏതാണെന്ന് അതാത് കാലത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഇല്ലാത്തിടത്തോളം അവിടുത്തെ ജമാഅത്തിൽ പങ്കെടുക്കുക. ജമാഅത്തുകാരൊരു സുന്നത്തല്ലേ, ഞാൻ ഇപ്പൊ തൽക്കാലത്തിൽ ചെയ്യണം, ഞാൻ ഒറ്റയ്ക്ക് തിരിച്ച് വേഗം പോയി കുടി കിടന്ന് കുറഞ്ഞട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല എന്നാണ്. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇത്തരത്തിലൊരു വ്യക്തി ബാങ്ക് വിളിച്ചതിന് ശേഷം പുറത്തു ഇറങ്ങിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, അമാ ഹാദാ ഫഖദ അസാ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനിയെ ധിക്കരിച്ചവനാണ് ആ മനുഷ്യൻ എന്നാണ്. അപ്പൊ ഒരു സുന്നത്തായ കാര്യം ഒഴിവാക്കിയ ഒരാളെ പറ്റി നമ്മൾ നബി തിരുമേനിയെ ധിക്കരിച്ചു എന്ന് പറയോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു സുന്നത്തായ ഒരു കാര്യം ഒരാൾ ഒഴിവാക്കി എങ്കിൽ അയാൾ നബി തിരുമേനിയെ ധിക്കരിച്ചു എന്ന് പറയാറില്ലല്ലോ. അപ്പൊ സ്വഹാബത്തിന്റെ ആ ശൈലി, നബി തിരുമേനിയെ അവൻ ധിക്കരിച്ചു എന്നും അതേപോലെ തന്നെ കാപട്യമാണത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാം. ലാ യസ്മഉ നിദാ ഫീ മസ്ജിദി ഹാദാ സുമ്മ യഖ്റുജു മിൻഹു ഇല്ലാ ലിഹാജ സുമ്മ ലാ യർജിഉ ഇലൈഹി ഇല്ലാ മുനാഫിഖുൻ. മുനാഫിഖല്ലാതെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടിട്ട് നിസ്കരിക്കാതെ അകാരണമായിട്ട് പുറത്തു പോകൂല. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ പുറത്തേക്കൊന്നും കാണൂല, മനസ്സിൽ ശരിക്കും ഈമാൻ ഉറച്ചിട്ടില്ലാത്ത കാപട്യത്തിന്റെ വക്താക്കൾ മാത്രമേ ജമാഅത്ത് ഒഴിവാക്കിയിട്ട് പള്ളിയിൽ നിന്ന് സ്വന്തം കാര്യമാക്കിയിട്ട് വേഗം പുറത്തേക്ക് ചാടുള്ളൂ എന്നർത്ഥം. അപ്പൊ ഒരു കാപട്യം, ഒരു മുനാഫിക്ക്, നിഫാഖ് എന്നൊരാളെ പറ്റി പറയണമെങ്കിൽ സുന്നത്ത് ഒഴിവാക്കിയ ഒരാളെ പറ്റി മുനാഫിക്ക് എന്ന് പറയില്ല. നിഫാഖ് അയാളുടെ മേൽ ആരോപണം. നിഫാഖ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ആരോപണമാണ്, ഏറ്റവും വലിയൊരു കുറ്റാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകാഗ്നിയുടെ ഏറ്റവും അടിയിലെ ചൂട് കൂടിയ ആ ഗർത്തത്തിലാണ്, തച്ചിലാണ് മുനാഫിക്കീങ്ങളുടെ സ്ഥാനമെന്ന് ഖുർആൻ പറഞ്ഞ പേരാ നിഫാഖ്. അപ്പൊ ഒരു സാധാരണ ഒരു സുന്നത്ത് ഒഴിവാക്കി അകാരണമായിട്ട് ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കൽ കുറ്റകരം തന്നെയാണ് എന്നാണ് ഈ ഹദീസുകളൊക്കെ മനസ്സിലാക്കുന്നത്.